സഹനത്തിൻ സന്ദേശവും സൗഹൃദത്തിൻ തക്ബീർ ധ്വനികളുമായി ഇന്ന് ബലിപെരുന്നാൾ. ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിന്റെ പ്രതീകമായ ബലിപെരുന്നാൾ. ഏവർക്കും സെക്കോ ന്യൂസിന്റെ പെരുന്നാൾ ആശംസകൾ. മെസ്സി വരുമെന്ന് വീണ്ടും കായിക മന്ത്രി വി അബ്ദുറഹിമാൻ. സമൂഹമാധ്യമ പോസ്റ്റിലൂടെയാണ് കായിക മന്ത്രി വി അബ്ദുറഹിമാന്റെ പ്രഖ്യാപനം. മെസ്സി വരും ടാ. ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. മെസ്സി വരും ടാ എന്നെഴുതിയ പോസ്റ്ററും മന്ത്രി പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം മെസ്സിയും സംഘവും എപ്പോഴാണ് കേരളത്തിലെത്തുക എന്നതിനെ സംബന്ധിച്ച് വ്യക്തത വരാനുണ്ട്. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി. ടെലികോം മന്ത്രാലയം ലൈസൻസ് കൊടുത്തതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം ഉടൻ യാഥാർത്ഥ്യമാകും. അപേക്ഷ നൽകിയാൽ 20 ദിവസത്തിനകം ട്രയൽ സ്പെക്ട്രം സ്റ്റാർലിങ്കിന് ലഭിക്കും. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ യുവതിക്ക് ദാരുണാന്ത്യം. ഇരുചക്ര വാഹനം കുഴിയിൽപ്പെട്ട് റോഡിലേക്ക് വീണ യുവതിയുടെ ശരീരത്തിലൂടെ ലോറി കയറി ഇറങ്ങുകയായിരുന്നു. പഴനിയാർ പാളയം ലൈബ്രറി സ്ട്രീറ്റിൽ ജയന്തി മാർട്ടിനാണ് മരിച്ചത്. കരുവപ്പാറ സെന്റ് പോൾസ് സ്കൂളിന് സമീപമായിരുന്നു അപകടം നടന്നത്. കോഴിക്കോട് മലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റിൽ നടത്തിയ റെയ്ഡില് സെക്സ് റാക്കറ്റ് പിടിയില് 6 സ്ത്രീകൾ ഉൾപ്പെടെ 9 പേർ അറസ്റ്റിലായി. 2 ഇടപാടുകാരെയും നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. പോലീസുകാരനായും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥനുമായൊക്കെ വേഷം കെട്ടി അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിലെത്തി മോഷണം നടത്തുന്ന പ്രതിയെ പാലക്കാട് ഒറ്റപ്പാലം പോലീസ് പിടികൂടി. മലപ്പുറം കരുളായി അമരമ്പലം പനങ്ങാടൻ വീട്ടിൽ അബ്ദുൾ റഷീദാണ് പിടിയിലായത്. ആൾമാറാട്ടം നടത്തി പരിസരം വീക്ഷിച്ച മോഷണത്തിനു കയറലായിരുന്നു പ്രതിയുടെ പതിവ്. ന്യൂസ് ഡെസ്ക് ZPO ന്യൂസ്.